കേരളത്തിൽ ഇതാ പുതിയൊരു രേഖ വരുന്നു. പേര് നേറ്റിവിറ്റി കാർഡ്. എന്താണ് നിലവിൽ കേരളം ചർച്ച ചെയ്യുന്ന നേറ്റിവിറ്റി കാർഡ് എന്ന് നിങ്ങൾക്കറിയാമോ? രാജ്യത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച പൗരത്വ ഭേദഗതിക്ക് പ്രതിരോധമെന്നോണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതാണ് നേറ്റിവിറ്റി കാർഡ്. 2025 ഡിസംബർ 24 നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇതിന് അംഗീകാരം നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളിൽ വലഞ്ഞ് സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ഈ അവസ്ഥയിലാണ് നേറ്റിവിറ്റി കാർഡിന്റെ എൻട്രി എന്നതും ശ്രദ്ധേയമാണ്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകളെന്ന് നോക്കാം. നിലവിൽ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായാണ് ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി കാർഡ് പുറത്തിറക്കുന്നത്. നിലവിൽ നാം ഉപയോഗിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് സ്ഥിരരേഖയല്ല. ആവശ്യാനുസരണം അത് വീണ്ടും എടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജനിച്ച് ഒരുപാട് കാലമായി കേരളത്തിൽ താമസിക്കുന്ന വ്യക്തിയെന്ന് തെളിയിക്കുന്നതിനായി പെർമനന്റ് നേറ്റിവിറ്റി കാർഡ് അവതരിപ്പിക്കുന്നത് ആധികാരികവും നിയമ പിൻബലമുള്ളതുമാകും. സംസ്ഥാന സർക്കാരിന്റെ വിവിധ സേവനങ്ങൾ ലഭിക്കുന്നതിന് ആധികാരിക രേഖയായി ഇത് ഉപയോഗിക്കാം. മാത്രമല്ല, സ്കൂളുകളിലെയും കോളേജുകളിലെയും അഡ്മിഷൻ, സ്കോളർഷിപ്പുകൾ എന്നിവയ്ക്ക് ഓരോ തവണയും വില്ലേജ് ഓഫീസിൽ പോകുന്നതും ഒഴിവാക്കാം. സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾക്കും മറ്റും ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി ഇത് പ്രവർത്തിക്കും. തഹസിൽദാർമാരായിരിക്കും കാർഡിന്റെ വിതരണ ചുമതല. നേറ്റിവിറ്റി കാർഡ് പൗരത്വ സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് ഒരാൾ കേരളത്തിന്റെ സ്വദേശിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള സംസ്ഥാനതല രേഖ മാത്രമാണെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. നേറ്റിവിറ്റി കാർഡിന് നിയമപരമായി അംഗീകാരം നൽകാൻ റവന്യൂ വകുപ്പ് ഉടൻ കരട് നിയമം തയ്യാറാക്കും. അതിനുശേഷം മാത്രമാകും കാർഡ് വിതരണം നടപ്പിലാക്കുക.